ആദരണീയരായ ഗുരുജനങ്ങളെ, വാത്സല്യനിധികളായ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, മഹാഭാരതമെന്ന ബ്രഹ്മാണ്ഡ അത്ഭുതത്തിനെ കേൾക്കാനും അറിയാനുമായി അതിനു മാത്രം സമർപ്പിക്കപ്പെട്ട മനസ്സുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നവരാണ് ഈ സത്രവേദിക്ക് മുൻപിൽ നിറഞ്ഞ മനസ്സോടെ സന്തോഷചിത്തരായി ഇരിക്കുന്നത്. മറ്റെല്ലാം മറന്നുകൊണ്ട്, ഭൗതികമായ സുഖദുഃഖങ്ങളെ എല്ലാം മറന്നുകൊണ്ട്, കുടുംബ സംബന്ധമായ വിചാരങ്ങളെയെല്ലാം താൽക്കാലികമായിട്ടെങ്കിലും ഒന്ന് നീക്കിവെച്ചുകൊണ്ട് എല്ലാവരും ഇവിടെ കേൾക്കാനിരിക്കുകയാണ്. ഈ കേൾക്കാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ ചുറ്റുപാടും കാണുന്ന എല്ലാ കുഴപ്പങ്ങളും സംഭവിക്കുന്നത്. മലയാളിക്ക് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടിരിക്കുന്ന സ്കില്ല്, അത് പള്ളിക്കൂടത്തിൽ കുട്ടികളടക്കം, വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്നവരടക്കം എല്ലാവർക്കും വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം കേൾക്കാനുള്ള മനസ്സ് നഷ്ടപ്പെട്ടു പോയി എന്നതാണ്. പക്ഷെ ആചാര്യന്മാർ പറയുന്നു, പണ്ഡിതൻ എന്ന വാക്കിന്റെ ഒരു പര്യായം തന്നെ ബഹുശ്രുതൻ എന്നാണ്. ബഹുശ്രുതൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കേൾക്കുന്നവൻ എന്നാണ്. ഒരുപാട് കേൾക്കുമ്പോൾ, അതുവരെ അറിയാത്ത അത്ഭുതങ്ങളെ കുറിച്ച് അറിയുമ്പോൾ, ഇതൊക്കെ തന്നെയും തന്റെ നിത്യജീവിതത്തിന്റെ പാഠങ്ങളായി മാറ്റപ്പെടേണ്ടവയല്ലേ എന്ന് സ്വയം മനനം ചെയ്ത് ബോധ്യപ്പെട്ട് അടുത്ത പ്രഭാതം മുതൽ വ്യത്യസ്തമായ ഒരു ജീവിത പശ്ചാത്തലത്തിലേക്ക് മാറുന്നതിന് വേണ്ടിയാണ് വാസ്തവത്തിൽ നമ്മൾ എല്ലാവരും ഇവിടെ ചേർന്നിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഇരിക്കുമ്പോഴും ഇവിടെ അവധിക്കാലമായിട്ട് പോലും അധ്യാപകർക്കാണ് ഈ അവധിക്കാലത്ത് ധാരാളമായ ജോലികൾ ഉണ്ടായിരുന്നത്. പേപ്പർ വാലുവേഷൻ കഴിഞ്ഞു. ഇന്നലെ രാത്രി കൊണ്ടാണ് സംസ്ഥാന തലത്തിലെ അധ്യാപക പരിശീലനം പൂർത്തിയായത്. നാളെ മുതൽ ഗ്രൗണ്ട് ലെവൽ ട്രെയിനിങ് തുടങ്ങുന്നു. വിദ്യാർത്ഥികൾ ഇപ്പോൾ ഫ്രീ ആണ് വാസ്തവത്തിൽ. പക്ഷെ ഇത്തരം മഹാസഭകളിലെ ശ്രോതാക്കളാകുവാൻ കുഞ്ഞുങ്ങൾ താല്പര്യം ഏറെ കാണിക്കുന്നില്ല. യൗവനക്കാർ താല്പര്യം ഏറെ കാണിക്കുന്നില്ല. കാരണം അവരുടെയൊക്കെ വിചാരം ഈ ധർമ്മഗ്രന്ഥങ്ങൾ അറിയുകയും കേൾക്കുകയും ചെയ്യുന്നത് വയ്യാതാകുമ്പോൾ സ്വയം ആശ്വാസം കണ്ടെത്തുന്നതിനുള്ള ഒരു ടെക്നിക്ക് മാത്രമാണെന്നാണ്. അവിടെയാണ് ഇത്തരം സത്രങ്ങളുടെ പ്രസക്തിയും പ്രാധാന്യവും അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടുത്തെ വിഷയം മഹാഭാരതത്തിനെ കുറിച്ച് ഒരുപാട് പറയാൻ, ഒരുപാട് പാണ്ഡിത്യമുള്ള ധാരാളം മഹാന്മാർ ഈ വേദിയിൽ എത്തിയിട്ടുണ്ട്, എത്തുന്നുണ്ട്. ഞാൻ വളരെ ജനകീയമായി ഇതിനെക്കുറിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ എന്തിനാണ് കഥയുണ്ടായത്? ഇന്നത്തെ വിഷയം മഹാഭാരതത്തിലെ ഉപകഥകളിലെ മൂല്യബോധം എന്നതാണ്. എന്തിനാണ് കഥയുണ്ടായത്? താത്വികമായി പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പ്രയാസമുള്ളവന് ലളിതമായി കാര്യങ്ങൾ ബോധ്യപ്പെടാൻ ആഖ്യാനങ്ങൾ, ഉപാഖ്യാനങ്ങൾ ഉണ്ടായി. എളുപ്പത്തിൽ ഉദാഹരണം പറഞ്ഞാൽ, വൈകുന്നേരം 6:15 കഴിഞ്ഞപ്പോൾ മൊബൈലും കളിച്ചുകൊണ്ട് വീടിന്റെ പുറകുവശത്ത് മകൾ ഇരിക്കുന്ന കണ്ട തള്ള വിളിച്ചു പറഞ്ഞു, നേരം സന്ധ്യയായി. ഒന്നും സംഭവിച്ചില്ല. അത് മനസ്സിലാകാത്ത കൊച്ചിനോട് അമ്മ ഉറച്ചുകൂടെ ഒച്ചത്തിൽ പറഞ്ഞു, വിളക്ക് കൊടുത്തടി പെണ്ണ്. അതാണ് കഥ. മനസ്സിലാകാത്തവർക്ക് വളരെ സിമ്പിളായി, വളരെ ലളിതമായി കാര്യങ്ങൾ ബോധ്യപ്പെടണം. ഭീഷ്മോൽപത്തി മുതൽ യുധിഷ്ഠിരന്റെ സ്വർഗാരോഹണം വരെയുള്ള കേവല ശ്ലോകങ്ങളാണ് വാസ്തവത്തിൽ മഹാഭാരതത്തിലുള്ള. ഏതാണ്ട് 20,000-ഓളം ശ്ലോകങ്ങൾ, 1.25 ലക്ഷത്തോളം ശ്ലോകങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പറയുന്നെങ്കിൽ, ആ ഭീഷ്മോൽപത്തി മുതൽ യുധിഷ്ഠിരന്റെ സ്വർഗാരോഹണം വരെയുള്ള 20,000 ശ്ലോകങ്ങളെ മാറ്റി നിർത്തിയാൽ ബാക്കി വരുന്ന ഏതാണ്ട് 1,05,000-ഓളം ശ്ലോകങ്ങൾ മനുഷ്യന് കേന്ദ്ര കഥയോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ ഉത്തമമായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നതിന് തന്ന ഉദാഹരണങ്ങളാണ്. ഞാൻ തുറന്ന് ചോദിച്ചോട്ടെ, അധ്യാപക ട്രെയിനിങ്ങിനും കുഞ്ഞുങ്ങളോടും രക്ഷിതാക്കളോടും ഒക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. 2025 മെയ് മാസമായി. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ഈ 5 മാസത്തിനിടയിൽ മഹാഭാരതത്തിലെ 2 കഥയെങ്കിലും മക്കൾക്ക് പറഞ്ഞു കൊടുത്ത അച്ഛനോ അമ്മയ്ക്കോ അപ്പൂപ്പനോ അമ്മൂമ്മയ്ക്കോ കൈപൊക്കാം. ഒരപ്പൂപ്പൻ കൈപൊക്കി,
ഒരമ്മൂമ്മയും കൈപൊക്കി, ബാക്കി കൈയൊക്കെ മടിയിൽ തന്നെ ഇരിക്കുകയാണ്. ഈ മടിയാണ് നമ്മുടെ പ്രശ്നം. കാരണം അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഇതിനോടൊന്നും അടുക്കാത്തത്. ഇന്നിപ്പോ എടുത്തിരിക്കുന്ന ഈ വിഷയം വളരെ പ്രാധാന്യം അർഹിക്കുന്ന, ഗഹനമായ, എന്നാൽ വളരെ ലളിതമായി പറഞ്ഞു തരേണ്ട ഒരു ടോപ്പിക്കാണ്. മഹാഭാരത ഉപകഥകളിലെ മൂല്യബോധം. എന്താണ് മൂല്യം? പത്രം എന്താ അവിടെ കിടക്കുന്ന, ഇന്നത്തെ പത്രം. എന്താണ് മൂല്യം? വാട്ട് ഈസ് വാല്യൂ? മൂല്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളിൽ നിന്നും ആഗ്രഹിക്കുന്നതും മറ്റൊരാൾ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നതും എന്താണോ അതിന്റെ പേരാണ് മൂല്യം. ഞാൻ രാവിലെ ഇവിടേക്ക് വന്നു, നേരെ വന്നു, രാധാകൃഷ്ണൻ സാർ ഓടി വന്നു, ഒരു കൈ തന്നു, സ്വീകരിച്ചു. വളരെ അപ്പൊ തന്നെ ആ മൂല്യമായി. സാറേ പ്രദക്ഷിണം ചെയ്തിട്ട് വരട്ടെ. വന്നു, വന്നങ്ങോട്ട് ഇരുന്നപ്പോൾ വലതുവശത്ത് ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിച്ച ചൂടുവെള്ളം, തൊട്ടുപുറകെ ഇടതുഭാഗത്ത് മധുരം കുറച്ച് ചായ. വാല്യൂ നടന്നു അവിടെ. ഏറെ പ്രസിദ്ധനായ തിരുമേനി, ഞാൻ എന്നെ ആനയിക്കോ സ്വീകരിക്കോ ഒന്നും അതിനകത്ത് ഒരു ആവശ്യമില്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പ്രസിദ്ധനായ തിരുമേനിയെ ആനയിച്ചു കൊണ്ടുവരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന സദസ്സിലുള്ളവരെല്ലാം എഴുന്നേറ്റ് അദ്ദേഹത്തെ വന്ദിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഒരു മൂല്യം പ്രാവർത്തികമാവുകയാണ്. ചെരുപ്പ് ഊരിയിട്ടിട്ട് ക്ഷേത്രത്തിലേക്ക് കോമ്പൗണ്ടിൽ കയറുന്നത് മൂല്യത്തിന്റെ ഭാഗമാണ്. അങ്ങനെ നിത്യജീവിതത്തിന്റെ സുഖസുന്ദരമായ ശാന്ത പ്രകൃതിയെ സമ്മാനിക്കാൻ കഴിയുന്ന 10,000-കണക്കിന് കഥകളാൽ അത്ഭുത വിസ്മയം സൃഷ്ടിക്കുന്ന, ഉത്തമ ദൃഷ്ടാന്തങ്ങളാൽ അത്ഭുത വിസ്മയം സൃഷ്ടിക്കുന്ന മഹാഗ്രന്ഥമായ മഹാഭാരതത്തെ കുറിച്ചാണ് ചർച്ച. ഇതിഹാസം ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവും പറഞ്ഞു തരാനായി എഴുതി നൽകപ്പെട്ടിരിക്കുന്ന മഹാഗ്രന്ഥം, പൂർവാപര ബന്ധമുള്ള മഹാഗ്രന്ഥം. അപ്പൊ പുരാണം എന്താണ്? നമുക്കിതിനെല്ലാം സത്യത്തിൽ പുരാണത്തിന്റെ പട്ടികയിൽ പെടുത്താം. ഈ പുരാണം എന്ന വാക്കിന്റെ അർത്ഥം മക്കൾക്ക് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണ് അവര് ഈ പുസ്തകത്തിൽ ഒന്നും തൊടാത്തത്. കർക്കിടക മാസം ആകുമ്പോ രാമായണം എടുത്തൊരു പിടി പിടിക്കുമ്പോൾ അയോധ്യാകാന്ഡത്തിൽ നിന്ന് റേഷൻ കാർഡ് താഴെ വീഴും. അങ്ങനെയല്ല വേണ്ടിയത്. പുരാണം, പുര അഭിനവം, എന്നോ സംഭവിച്ചതാണ്, ഇന്നും പ്രസക്തി ഉള്ളത് എന്നാണ് അർത്ഥം. ഇന്നത്തെ പത്രത്തിലെ വാർത്ത, കൂട്ടുകാരൻ ആദ്യമായി ഒരു ഫോട്ടോ അയച്ചു കൊടുത്ത പെൺകുട്ടിയുടെ മോശപ്പെട്ട വീഡിയോസും ചിത്രങ്ങളും മൊബൈലിൽ കണ്ട പിതാവ് കോടതിയെ സമീപിച്ചു. പെൺകുട്ടി ഒരു തവണയേ അത് ചെയ്തുള്ളൂ. അപ്പോഴാണ് മഹാഭാരതത്തിലെ നളന്റെ ഉപകഥ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. നളൻ എന്താണ് സംഭവിച്ചത്? മഹാഭാരതത്തിലെ ഒരു ഉപകഥയാണ്, കേന്ദ്ര കഥയല്ല. നളനെന്ന് പറയുന്ന വിശ്വവിശ്രുതനായ പരമസാത്വികനായ ഏറ്റവും മഹാനായ ആ രാജകുമാരൻ ദമയന്തിയെ കല്യാണം കഴിക്കുന്നു. കഥകളി അടക്കം എല്ലാം നമുക്കറിയാവുന്നതാണ്. പക്ഷെ ദമയന്തിയെ കല്യാണം കഴിക്കാൻ അദമ്യമായി അഭിലഷിച്ച ഒരാളുണ്ട്, കലി. കലി വരുന്ന വഴിക്കാണ് അറിയുന്നത്, ഇടാവേ പരിപാടിയെല്ലാം കഴിഞ്ഞു, ബിരിയാണിയും ചോറും ഒക്കെ കഴിഞ്ഞു, പൊക്കോ. കലിക്ക് കലി വന്നു. എങ്ങനെ ഇരിക്കും കലിക്ക് കലി വന്നാൽ? കലിക്ക് കലി വന്നു. കലി അവിടെ നിന്നൊരു പ്രതിജ്ഞ എടുക്കുകയാണ്, ഇതിന് ഞാൻ പണി കൊടുക്കും. ഞാൻ ആഗ്രഹിച്ച പെണ്ണിനെ, വിശ്വമോഹിനിയായ അമോഘ ലാവണ്യവതിയായ ദമയന്തിയുടെ ഉടമസ്ഥാവകാശം തട്ടിയെടുത്ത നളന് ഞാൻ പണി കൊടുത്തിരിക്കും. പക്ഷെ നളന്റെ നിഴലിനെ സ്പർശിക്കാൻ പോലും കലിക്ക് സാധിക്കുന്നില്ല. ദീർഘകാലം നളന്റെ പുറകെ നടക്കുകയാണ് നലി. ആ ശരീരത്തിൽ ഒന്ന് കയറണം, ആ ശരീരത്തെ വിഷലിപ്തമാക്കണം, ചിന്തയിൽ, പ്രവൃത്തിയിൽ, വിചാരങ്ങളിലെല്ലാം മാറ്റം വരുത്തണം. നടക്കുന്നില്ല. നല്ല രീതിയിൽ നളൻ ജീവിച്ചു പോകുമ്പോഴാണ് ഒരു ദിവസം സായം സന്ധ്യയിൽ മഹാഭാരതത്തിലെ മൂലകഥകൾക്ക് ഒരുപാട് കൂടിച്ചേരലുകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് 8800 ശ്ലോകത്തിൽ നിന്നും 1.25 ലക്ഷം ശ്ലോകത്തിലേക്ക് ഈ മഹാഗ്രന്ഥം വികസിച്ചത്. അതിൻ്റെയൊക്കെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല.
ഈ കലി ഇങ്ങനെ നളന്റെ പുറകെ നടക്കുന്നു. ഒരു ദിവസം വൈകുന്നേരം സന്ധ്യയോടടുത്ത സമയത്ത് രാജകൊട്ടാരത്തിൽ ദീപങ്ങൾ പ്രജ്വലിക്കപ്പെടാറായ സമയത്ത് മൂത്രശങ്ക തോന്നിയ നളൻ മൂത്രശങ്ക നിർവഹിക്കുന്നതിനായി ഉദ്യാന സമീപത്തേക്ക് പോകുന്നു. മൂത്രശങ്ക നിർവഹിക്കുന്നു. കൈകാലുകൾ വീണ്ടും കഴുകി വൃത്തിയാക്കി രാജകൊട്ടാരത്തിലേക്ക് വന്നു. പക്ഷെ ഇതിനിടയിൽ കലി നളന്റെ ദേഹത്ത് കേറി. കൈയും കാലും മുഖവും എല്ലാം ശുദ്ധിയാക്കിയ നളന്റെ ദേഹത്ത് എങ്ങനെ കലി കയറി? കൈകാലുകൾ കഴുകിയപ്പോൾ, മൂത്രമൊഴിച്ചു കഴിഞ്ഞ് കൈകാലുകൾ കഴുകിയപ്പോൾ ഒരു കാലിന്റെ കണ്ണൻ ചിരട്ടയുടെ അവിടെ ഒരു ബട്ടൺസിന്റെ വലുപ്പത്തിൽ വെള്ളം നനയാതിരുന്നു. അതുവഴി കയറി കലി. കുഞ്ഞേ, മകനെ, മകളെ, നിന്റെ അരനിമിഷത്തെ അശ്രദ്ധ നിന്റെ ജീവിതം മുച്ചൂടും മുടിക്കുമെന്ന് പറഞ്ഞു കൊടുക്കാൻ ഇതിലും വലിയ ഉദാഹരണ കഥ ഏതാണ്? പിള്ളേരോട് പറയുമ്പോ നളനും ദമയന്തി മറ്റേ കഥകളിക്കകത്തെ കൊക്കല്ലേ എന്നൊക്കെയാ ചോദിക്കുന്നത്. അപ്പൊ നളൻ എന്ന് പറയുന്ന നളന്റെ ശരീരത്ത് കലി കയറിയത് ആ നനയാതിരുന്ന, ശുദ്ധമാക്കപ്പെടാതിരുന്ന കേവലമായ ഒരു പോയിന്റിൽ കൂടിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നേ വലിച്ചുള്ളൂ അച്ഛ, ഒന്നേ കൊടുത്തുള്ളൂ അച്ഛ, ഒന്നേ കുടിച്ചുള്ളൂ അച്ഛ എന്ന് പറയുന്ന ആ ഒരു വിലാപത്തിന് മനുഷ്യ ജീവിതത്തിൽ ഇടവരാതിരിക്കും.